ഹായ് ഓൾ. ഇന്ന് നമ്മുടെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ സെക്കൻഡ് മൊഡ്യൂളിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് അനാലിസിസിലെത്തി. അവിടെ കുറച്ച് കാര്യങ്ങൾ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ആദ്യം റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യും, അതിന് റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് എന്ന് പറയും. ദെൻ അനാലിസിസ് അല്ലേ. അനാലിസിസ് എന്ന് പറയുമ്പം 3 കാര്യങ്ങൾ: അനോമലി, ഇൻകംപ്ലീറ്റ്നെസ്, ഇൻകൺസിസ്റ്റൻസി. ഈ 3 കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കണം അല്ലേ. അപ്പം ആ 3 കാര്യങ്ങൾ എന്താണ്, അതൊരു എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ നെക്സ്റ്റ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് അനാലിസിസിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് സ്പെസിഫിക്കേഷൻസ്, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. അപ്പം നമുക്കറിയാം, നമ്മുടെ ഫസ്റ്റ് ഫേസ് ഫീസിബിലിറ്റി സ്റ്റഡി കഴിഞ്ഞാൽ നെക്സ്റ്റ് റിക്വയർമെൻറ്റ് അനാലിസിസ് ആണ്. ആ റിക്വയർമെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഫേസിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യും. ദെൻ റിക്വയർമെൻറ്റ് കളക്റ്റിംഗ് ആൻഡ് അനാലിസിസ്, ആദ്യം അത് ചെയ്യും. അതിനുശേഷം നമ്മൾ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ SRS സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യും. അതൊരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ശേഷം നമ്മളൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു SRS ആണ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഫേസത്തെ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ SRS വാലിഡേഷനാണ്. അപ്പോൾ ഈ ഒരു 3 പ്രോസസ്സാണ് മെയിനായിട്ട് ഈ ഒരു ഫേസിൽ നടക്കുന്നത്. അപ്പോൾ വാലിഡേഷൻ നമ്മൾ പറഞ്ഞു, ആരൊക്കെയാണ് SRS വാലിഡേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ SRS സ്പെസിഫിക്കേഷൻ, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. SRS എന്ന് ഷോർട്ടായിട്ട് പറയും. എന്താണ് SRS എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് ആണ് അല്ലേ. സെക്കൻഡ് ഫേസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നമ്മുടെ ഔട്ട്പുട്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് എന്ത് SRS എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു SRS എന്ന് പറയുമ്പം ഇതിൽ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പ്രൊഡക്റ്റ് സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വേണം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറയുമ്പം ആവശ്യമുള്ള കാര്യങ്ങൾ, അത്രയ്ക്കും ആവശ്യമുള്ള കാര്യങ്ങൾ, ഷോർട്ടായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഡോക്യുമെൻ്റാണ് SRS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ SRS ഡോക്യുമെൻറ്റ് യൂഷ്വലി കണ്ടെയ്ൻസ് ഓൾ ദി യൂസർ റിക്വയർമെൻറ്റ് ഇൻ സ്ട്രക്ചർ ത്രൂ ആൻഡ് വെൽ ഫോം. അതായത് എല്ലാം ഇതൊരു ഡോക്യുമെൻ്റാണ്. ഇവിടെ എല്ലാ യൂസർ റിക്വയർമെൻറ്റ്സും, അതിനെപ്പറ്റി ആരൊക്കെ എത്രയൊക്കെ യൂസേഴ്സിന് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റ് യൂസ് ചെയ്യും, പിന്നെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനിൽ ഉൾക്കൊള്ളിക്കണം. അപ്പം ഫസ്റ്റ് ആരൊക്കെയാണ് SRS ഡോക്യുമെൻ്റ് യൂസ് ചെയ്യുന്നത്? യൂസേഴ്സ്. യൂഷ്വലി എ ലാർജ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ നീഡ് ദ SRS ഡോക്യുമെൻറ്റ് ഫോർ വെരി ഡിഫറെൻറ്റ് പർപ്പസ് അല്ലേ. നമ്മളൊരു SRS ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഡിഫറെൻറ്റ് പേഴ്സൺസ് അവരുടെ പർപ്പസിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു SRS ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഇനി നമ്മളുടെ ബാക്കി മുന്നോട്ടേക്ക് വരുന്ന എല്ലാ പ്രോസസ്സിൻ്റെയും എല്ലാ ഫേസിൻ്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു SRS ആണ്. അപ്പോൾ SRS ഡോക്യുമെൻ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ, അതായത് യൂസേഴ്സ് യൂസ് ചെയ്യും, കസ്റ്റമർ യൂസ് ചെയ്യും, മാർക്കറ്റിംഗ് പേഴ്സണൽ യൂസ് ചെയ്യും, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യും, ടെസ്റ്റ് എഞ്ചിനീയേഴ്സ്, യൂസർ ഡോക്യുമെൻറ്റേഷൻ റൈറ്റേഴ്സ്, എല്ലാവരും എന്ത് ചെയ്യും, ഈ ഒരു SRSനെ യൂസ് ചെയ്യും. സോ എല്ലാവരും ഈ ഒരു SRSൻ്റെ ബേസിലാണ്, ഈ SRSൽ പറഞ്ഞ പ്രകാരമാണ് നമ്മളുടെ വർക്കും കാര്യങ്ങളും മുന്നോട്ട് പോകുക. അപ്പോൾ SRSൽ എന്തെങ്കിലും പിഴവ് ഉണ്ട് എങ്കിൽ അതെല്ലാം നമ്മളുടെ ബാക്കി വരുന്ന വർക്കിനെ എഫക്റ്റ് ചെയ്യും. സോ SRS എന്ന് പറഞ്ഞാൽ അത്രയും കറക്റ്റും അനാംബിഗസും പിന്നെ ഇൻകൺസിസ്റ്റൻസി ഒന്നും ഉണ്ടാവാത്ത കാര്യങ്ങളായിരിക്കണം. ഓക്കെ, പിന്നെ പ്രോജക്റ്റ് മാനേജർ, മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ് എല്ലാവരും എന്ത് ഈ ഒരു SRSനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ വർക്കിനൊക്കെ ഈ SRSനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് യൂസേഴ്സ്
ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളുടെ SRSനെ യൂസ് ചെയ്യും. സോ SRS എന്ന് പറഞ്ഞാൽ അത്രയും കറക്റ്റ് ആയിരിക്കണം. അതാണ് നമ്മൾ ചുരുക്കി പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി SRSൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം ഒരു SRS? നമ്മൾ വെറുതെ നമ്മളുടെ ഒരു പ്രോഡക്റ്റിൽ വേണ്ട റിക്വയർമെൻറ്റ്സും അതിൻ്റെ പിന്നെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അങ്ങനെ ചുമ്മാ അങ്ങനെ എഴുതി വെക്കുന്നതല്ല. പിന്നെ അങ്ങനെ എഴുതി വെച്ചാൽ ഒരു ഗുഡ് SRS ആവില്ല. ഒരു ഗുഡ് SRS ആവണമെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. 6 മാർക്കിനും essay പാർട്ടിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് SRS എന്ന് പറയുന്നത്. അപ്പം അതിൽ ആകെ 8 ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് 1 കറക്റ്റ്, 2 കംപ്ലീറ്റ്, 3 അനാംബിഗസ്, 4 വെരിഫയബിൾ, 5 കൺസിസ്റ്റൻറ്റ്, 6 റാങ്ക്ഡ് ഫോർ ഇമ്പോർട്ടൻസ് ആൻഡ് ഓർ സ്റ്റെബിലിറ്റി, 7 കൺസൈൻസ്, 8 ഇംപ്ലിമെൻറ്റേഷൻ ഇൻഡിപെൻഡൻറ്റ്. ഈ ഒരു ഹെഡിങ് പഠിച്ചു വെക്കുക, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഒരു ഗുഡ് SRSൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഗുഡ് SRSന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് 1 കറക്റ്റ്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? SRS കറക്റ്റ്, നമുക്ക് എന്തൊക്കെ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. കാരണം ഈ ഒരു SRSനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫ്യൂച്ചറിലുള്ള ബാക്കി പ്രോസസ്സും, അതുപോലെ ഒരുപാട് ആൾക്കാർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വർക്കിനെല്ലാം ബേസ് ഇതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് വന്നുകൊണ്ടിരിക്കുക. സോ SRS എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. An SRS ഈസ് കറക്റ്റ് ഇഫ് എവരി റിക്വയർമെൻറ്റ് ഇൻക്ലൂഡഡ് ഇൻ SRS represent something required in final system. അതായത് നമ്മൾ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണോ SRS ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതെല്ലാം കറക്റ്റായിട്ട് റിക്വയർ ഫൈനലി നമ്മളുടെ പ്രോഡക്റ്റ് ആകുമ്പോഴേക്കും ഈ എല്ലാ റിക്വയർമെൻറ്റ്സും നമുക്ക് റിക്വയർഡ് ആയിരിക്കണം. അത്രയും കറക്റ്റ് ആയിരിക്കണം നമ്മളുടെ SRS എന്ന് പറയുന്നത്. രണ്ടാമത്തത് കംപ്ലീറ്റ് ആയിരിക്കണം. കംപ്ലീറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു, അനാലിസിസ് എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ ഒഴിവാക്കാണ്. ഏതൊക്കെയായിരുന്നു? ഇൻകൺസിസ്റ്റൻസി, ഇൻകംപ്ലീറ്റ്നെസ് ആൻഡ് അനാംബിഗസ് അല്ലേ? അതിൽ ഇൻകംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? നമ്മളുടെ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു മീറ്റിങ്ങിൽ, പാരൻസ് മീറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞു, കുട്ടിയുടെ CGPA ഗ്രേഡും മൊത്തം ഞങ്ങൾ വീട്ടിലേക്ക് അയക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അത്രയും മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് അറിയിക്കണമെങ്കിൽ, പാരൻസിനെ അറിയിക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് അവരുടെ ഫോൺ നമ്പർ വേണം, അല്ലെങ്കിൽ ഒരു മെയിൽ ID വേണം അല്ലേ? അപ്പോൾ ഈ 2 കാര്യങ്ങളും നമ്മൾ മേടിച്ച് വെക്കാൻ മറന്നുപോയി. അപ്പോൾ എന്താ, നമ്മൾ കുട്ടീനെ അവിടെ അറിയിക്കും എന്നുള്ളത് നമ്മളുടെ ഒരു റിക്വയർമെൻറ്റാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു റിക്വയർമെൻറ്റാണ്. പക്ഷേ ആ റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ആയോ? ഇല്ല. കാരണം എന്താ, റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ മെയിൽ IDയും അല്ലെങ്കിൽ ഫോൺ നമ്പറൊക്കെ വേണമായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് അതെന്താ, റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് അല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത് ഏറ്റവും സിമ്പിളാണ്. അപ്പോൾ നമ്മളുടെ ഒരു സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിട്ട് അതുപോലത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ, ഗ്രേഡ് ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ഒരു റിക്വയർമെൻറ്റ്സ് കറക്റ്റായിട്ട് ഫിനിഷ് ആവാത്ത രീതിയിലുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ടാവരുത്. സോ കംപ്ലീറ്റ് ആയിരിക്കണം. ഒരു SRSൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. SRS ഈസ് കംപ്ലീറ്റ് ഇഫ് എവറിത്തിങ് ഇൻ ദ സോഫ്റ്റ്വെയർ ഈസ് സപ്പോസ്ഡ് ടു ഡു ആൻഡ് റെസ്പോൺസ് ഓഫ് ദി സോഫ്റ്റ്വെയർ ടു all classes of input data are specified in SRS. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും അതെന്തായിരിക്കണം, കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു SRSൽ ഉൾക്കൊള്ളിക്കണം. അപ്പോൾ SRSൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഗുഡ് SRSൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു കറക്റ്റ്. രണ്ടാമതാണ് കംപ്ലീറ്റ്. 3 അനാംബിഗസ്. അനാംബിഗസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അനാംബിഗസ് ഒരുപാട് ഐട്രേഷൻ വരരുത്. നമ്മളുടെ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഹൈ എന്ന് പറയുന്നത്, അപ്പം ഒരു ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ ഇന്ന പ്രോസസ്സ് ചെയ്യണം എന്നുള്ളൊരു റിക്വയർമെൻറ്റ് നമുക്ക് കിട്ടി, ഒരു കസ്റ്റമർ റിക്വയർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഹൈ എന്ന് പറയുന്നതിന് ഒന്നിൽ കൂടുതൽ ഡിഫറെൻ്റ് ആൾക്കാർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ഇൻ്റർപ്രിറ്റേഷൻ വരാം അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ പോകുന്നത്. സോ എന്താണ്, അപ്പം
ഈ ഒരു ഹൈ എന്ന് പറയുമ്പോൾ ഹൈ ഈക്വൽ ടു 500 എന്ന് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്താൽ നമുക്ക് അതിനൊരൊറ്റ ഇൻ്റർപ്രിറ്റേഷനേ വരുന്നുള്ളൂ. നേരെ മറിച്ച് ഹൈ വാല്യൂ ആകുമ്പോൾ എന്നുള്ള ഒരു ഇത് കിട്ടുമ്പം ആ ഹൈ 500 ആണോ 700 ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ പല ആൾക്കാരും പല വാല്യൂ കൊടുത്താൽ പല വർക്ക് രീതിയിലായിരിക്കും ആ ഒരു വർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരരുത്. സിസ്റ്റം എന്തായിരിക്കണം, SRS എന്തായിരിക്കണം, അനാംബിഗസ് ആയിരിക്കണം. SRS ഈസ് അനാംബിഗസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവരി റിക്വയർമെൻറ്റ് സ്റ്റേറ്റഡ് ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇൻ്റർപ്രിറ്റേഷൻ. ഓക്കെ, ഓരോ പിന്നെ സിസ്റ്റത്തിനും ഒരൊറ്റ ഇൻ്റർപ്രിറ്റേഷനേ വരാൻ പാടുള്ളൂ. പിന്നെ വെരിഫയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എല്ലാ റിക്വയർമെൻറ്റും നമ്മളുടെ SRSൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണോ ഉണ്ടായിരിക്കുക അതെല്ലാം വെരിഫൈഡ് ആയിരിക്കണം. SRS ഈസ് വെരിഫയബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവരി സ്റ്റേറ്റഡ് റിക്വയർമെൻറ്റ് ഈസ് വെരിഫയബിൾ. ഓക്കെ, ഇനി കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, ഒരു റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒന്നല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരാൾ ഒരു റിക്വയർമെൻറ്റ് പറഞ്ഞു, ടെമ്പറേച്ചർ ഹൈ ആവുന്ന സമയത്ത് ഇത് ഓഫ് ആവണം എന്ന് പറഞ്ഞു, ഫർണേസ് ഓഫ് ആവണമെന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു ടെമ്പറേച്ചർ ഹൈ ആവുന്ന സമയത്ത്, ടെമ്പറേച്ചർ 500 ആവുന്ന സമയത്ത് പിന്നെ ആൾ പറഞ്ഞു ഓഫാവേണ്ട, വാട്ടർ സ്പ്രേ ചെയ്താൽ മതിയെന്ന്. അപ്പോഴെന്താ, അത് ഒരേ റിക്വയർമെൻറ്റ്സിന് രണ്ട് വർക്കിംഗ് വരികയാണ് അല്ലേ. ഒരേ റിക്വയർമെൻറ്റ്സ് ടെമ്പറേച്ചർ ഹൈ എന്ന് പറയുന്ന ആ ഒരു റിക്വയർമെൻറ്റ്സ് ടെമ്പറേച്ചർ ഹൈ ഈസ് ഈക്വൽ ടു 500 ആ ഒരു റിക്വയർമെൻറ്റ് വരുന്ന സമയത്ത് രണ്ട് പ്രോസസ്സാണ് ചെയ്യാൻ പറഞ്ഞത്. ഒന്ന് ഓഫ് ആവണമെന്ന് ഒരാൾ പറഞ്ഞു, രണ്ടാമത്തെ ആൾ പറഞ്ഞു ഓഫ് ആവേണ്ട, വാട്ടർ സ്പ്രേ ചെയ്താൽ മതിയെന്ന്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരരുത്. ഒന്നുകിൽ ഓഫ് ആവണം, അതിൽ നിർത്തുക, അല്ലെങ്കിൽ വാട്ടർ സ്പ്രേ ചെയ്യണം. അപ്പോൾ അത് നമ്മളെന്താ ആലോചിച്ച് തീരുമാനിക്കണം, ഏതായിരിക്കണം ബെറ്റർ ഔട്ട്പുട്ട്, ബെറ്റർ സൊല്യൂഷൻ എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം. സോ ഒരു SRS എന്ന് പറയുന്നതായിരിക്കണം കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. SRS ഈസ് കൺസിസ്റ്റൻറ്റ് ഇഫ് ദർ ഈസ് നോ റിക്വയർമെൻറ്റ് ദാറ്റ് കോൺഫ്ലിക്റ്റ് വിത്ത് അനദർ. ഓക്കെ, റിക്വയർമെൻറ്റ്സുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവരുത്. അപ്പം ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് കറക്റ്റാണ്, സെക്കൻഡ് വൺ കംപ്ലീറ്റ് ആണ്, മൂന്നാമത്തത് അനാംബിഗസ് ആണ്, നാലാമത്തത് വെരിഫയബിൾ ആണ്. ഓക്കെ, വെരിഫയബിൾ ആണ്. നെക്സ്റ്റ് റാങ്ക്ഡ് ഫോർ ഇമ്പോർട്ടൻസ് ആൻഡ് സ്റ്റേബിലിറ്റി. റാങ്ക്ഡ് ഫോർ അതായത് റിക്വയർമെൻറ്റ്സ് നമ്മൾ പ്രയോറിറ്റി ബേസിൽ റാങ്ക് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ്? അപ്പോൾ നമുക്ക് ഒരുപാട് റിക്വയർമെൻറ്റ്സ് നമുക്കൊരു സോഫ്റ്റ്വെയറിൽ വേണ്ടി വരും. അപ്പോൾ ചില റിക്വയർമെൻറ്റ്സ് എല്ലാ കാലത്തും എന്ത് ചെയ്യണം, കിട്ടുന്ന രീതിയിലുള്ള റിക്വയർമെൻറ്റ്സ് ആവും. ചില റിക്വയർമെൻറ്റ്സ് ചില സമയങ്ങളിൽ മാത്രം കിട്ടുന്നതുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ചില സമയങ്ങളിൽ മാത്രം കിട്ടുന്ന റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുക്കണം. കാരണം എന്താണ്, എപ്പോഴും കിട്ടുന്ന റിക്വയർമെൻറ്റ്സ് നമുക്ക് എവിടെ പോയിട്ടും എങ്ങനെയും കിട്ടും. ചില ടൈമിൽ ചില സ്ഥലത്തു നിന്ന് കിട്ടുന്ന റിക്വയർമെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ കുറച്ച് മുൻകൂട്ടി കണ്ടിട്ട് നമുക്ക് എത്രത്തോളം റിക്വയർമെൻറ്റ്സ് വേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് അതിനാണ് നമ്മൾ ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട. അതാണ് പറയുന്നത്. സോ അതുപോലെ നമ്മളുടെ സോഫ്റ്റ്വെയറിന് ആദ്യം വേണ്ട റിക്വയർമെൻറ്റ്സ് എന്താണ്, ഏറ്റവും അങ്ങനത്തെ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റാങ്ക് ചെയ്യണം. അതാണ് പറയുന്നത് റാങ്ക്ഡ് ഫോർ ഇമ്പോർട്ടൻസ്. അതിൻ്റെ ഇമ്പോർട്ടൻസിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേബിലിറ്റി ഉദ്ദേശിക്കുന്നത് ഇത് എപ്പോഴും കിട്ടുന്നതാണോ, സ്റ്റേബിളാണോ എന്നുള്ളതിനനുസരിച്ച് നമ്മൾ അതിന് റാങ്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ഥിരം കിട്ടുന്ന റിക്വയർമെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ ഒരു ലോ പ്രയോറിറ്റി കൊടുത്താൽ മതി. ലോ പ്രയോറിറ്റി കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു റിക്വയർമെൻറ്റ്സ് ഇന്ന് തീർന്നാലും ഇന്ന് പോയി മേടിക്കാൻ പറ്റും. നേരെ മറിച്ച് ചില മാസങ്ങളിൽ അല്ലെങ്കിൽ ചില സമയത്ത് മാത്രം കിട്ടുന്ന റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് കൂടുതലായിട്ട് കളക്ട് ചെയ്തിട്ട് അതിന് ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ അതിനെ കളക്ട് ചെയ്യണം. കാരണം നമ്മളെ വർക്ക് തുടങ്ങി കഴിഞ്ഞ് ആ ഒരു ടൈം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റിക്വയർമെൻറ്റ്സ് നമ്മൾ കളക്ട് റിക്വയർമെൻറ്റ്സും തീരും. പിന്നെ ഈ ഒരു റിക്വയർമെൻറ്റ്സ് നമുക്ക് പുറമേ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ആ ഒരു ടൈം ആവുന്നവരെ കാത്തിരിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അത്രയും നേരം നമ്മൾ ഡിലേ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ
നമ്മളുടെ റിക്വയർമെൻറ്റ്സിനെ റാങ്ക് ചെയ്യണം. ആർക്കൊക്കെയാണ് ഹയസ്റ്റ് പ്രയോറിറ്റി റാങ്കിനെ അതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിലും അതിൻ്റെ സ്റ്റേബിലിറ്റീൻ്റെ ബേസിലും നമ്മൾ എന്ത് ചെയ്യണം, റാങ്ക് ചെയ്യണം. പിന്നെ 7ാമത്തെ ഇതാണ് കൺസൈസ് എന്ന് പറഞ്ഞാൽ ചുരുക്കം. എസ് ആർ എസിൽ എല്ലാ കാര്യങ്ങളും വേണം, പക്ഷേ അത് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലായിരിക്കണം, സംക്ഷിപ്ത രൂപത്തിലായിരിക്കണം. നമ്മൾ വായിക്കാറില്ലേ, നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ അതിൻ്റെ കൺസൈസ്, ആ ടെക്സ്റ്റിൽ എല്ലാ പാഠങ്ങളിലും ഉൾക്കൊള്ളിച്ച കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മൊത്തം നിങ്ങൾ വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ കഴിവുകൾ കിട്ടും എന്നുള്ള രീതിയിൽ ഒരു കൺസൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഫസ്റ്റ് പേജിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കും അല്ലേ, ഓതർ ഒന്ന് മെൻഷൻ ചെയ്യും. അതാണെന്ത് കൺസൈസ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മളുടെ SRSഉം കൺസൈസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ വാരി വലിച്ച് എല്ലാ റിക്വയർമെൻറ്റ്സിനെ പറ്റിയും വാരി വലിച്ച് ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ളത് കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുന്നതിന് പകരം റിക്വയർമെൻറ്റ്സിൻ്റെ അത്രയും അത്യാവശ്യവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം ഉൾക്കൊള്ളിക്കുക. ഇറെലവൻ്റ് ആയിട്ടുള്ള വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. അതാണ് കൺസൈസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ SRS ഡോക്യുമെൻറ്റ് ഷുഡ് ബി കൺസൈസ് ആൻഡ് ദാറ്റ് അറ്റ് ദ സെയിം ടൈം അനാംബിഗസ്, കൺസിസ്റ്റൻറ്റ് ആൻഡ് കംപ്ലീറ്റ്. ഓക്കെ, SRS ഡോക്യുമെൻറ്റ് കൺസൈസ് ആയിരിക്കണം, ചുരുക്കരൂപത്തിലായിരിക്കണം. അതേ ടൈമിൽ ഇത് അനാംബിഗസ് ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു SRSൻ്റെ ബേസിലാണ് നമ്മളുടെ ബാക്കിയുള്ള മുന്നോട്ടേക്കുള്ള വർക്കും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. എല്ലാ യൂസേഴ്സും SRS യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, എല്ലാ ഫേസസിലും വരുന്ന യൂസേഴ്സ്, എല്ലാ പ്രോസസ്സിൻ്റെ അണ്ടറിലും വരുന്ന യൂസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, SRS യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ അതുകൊണ്ട് തന്നെ ഈ SRSൽ എല്ലാ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളതിൽ ഉൾക്കൊള്ളിക്കണം. പക്ഷേ അത് ഇംപ്ലിമെൻറ്റേഷൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നമ്മൾ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളൊരു SRSൽ ഉൾക്കൊള്ളിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് SRS ഷുഡ് ബി ഫ്രീ ഓഫ് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഡിസിഷൻ. അതാരൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു SRSൽ ഉൾക്കൊള്ളിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഒരു ഗുഡ് SRSൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് 8 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. 6 മാർക്കിനും എസ്സേയിൽ പാർട്ടിൽ 8 മാർക്കിനും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കറക്റ്റ്, കംപ്ലീറ്റ്, അനാംബിഗസ്, വെരിഫയബിൾ, കൺസിസ്റ്റൻറ്റ്, റാങ്ക്ഡ് ഫോർ ഇമ്പോർട്ടൻസ് ആൻഡ് ഓർ സ്റ്റേബിലിറ്റി, ആൻഡ് കൺസൈസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻഡിപെൻഡൻറ്റ്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഒരു SRSന് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ SRSന് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ SRS എന്ന് പറയുന്നത് നമ്മളുടെ സെക്കൻഡ് ഫേസിൽ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ആൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ഫേസിലെ 2ാമത്തെ ആക്ടിവിറ്റിയാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് ഗാദറിങ് ആൻഡ് അനാലിസിസ്. ഗാദറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂ വെച്ചിട്ടും അല്ലാതെ ഓൾറെഡി ഉണ്ടായിരുന്ന ഡോക്യുമെൻ്റൊക്കെ പഠിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ പ്രോഡക്റ്റിന് വേണ്ട സോഫ്റ്റ്വെയർ നമ്മൾ കളക്ട് ചെയ്യുന്നു. അതാണ് പിന്നെ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് ഗാദറിങ് അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റാണ് സോഫ്റ്റ്വെയർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ്സ്. എന്തിനുള്ള പ്രോസസ്സ്? 3 കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുക. അനാംബിഗസ്, ഇൻകൺസിസ്റ്റൻസി ആൻഡ് ഇൻകംപ്ലീറ്റ്നെസ്. ഈ 3 കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ അപ്പോൾ അനാലിസിസും ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് സ്പെസിഫിക്കേഷൻ അല്ലേ. ആ സ്പെസിഫിക്കേഷനിൽ ആണ് നമ്മൾ SRS ഉണ്ടാക്കുന്നത്. അപ്പോൾ SRSന് വേണ്ട നമ്മളൊരു SRS ഉണ്ടാക്കുമ്പം ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ SRSൽ ഉൾക്കൊള്ളിക്കണം. കറക്റ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, അനാംബിഗസ് ആയിരിക്കണം, വെരിഫയബിൾ ആയിരിക്കേണ്ടതും കൺസിസ്റ്റൻ്റ് ആവണം, റാങ്ക്ഡ് ഫോർ ഇമ്പോർട്ടൻസ് ആൻഡ് ഓർ സ്റ്റേബിലിറ്റി, കൺസൈസ് ആയിരിക്കണം, ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻഡിപെൻഡൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ഒരു ഗുഡ് SRSൽ ഉൾക്കൊള്ളിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഒരു SRSൻ്റെ സ്ട്രക്ചറാണ്. അതും
സ്ഥിരം ചോദിക്കുന്ന 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒരു SRSൻ്റെ സ്ട്രക്ചർ. ഇപ്പം നമ്മളിപ്പോൾ സാധാരണ ഇപ്പം നമ്മളിപ്പം ഇപ്പോൾ ഒരു പ്രോഗ്രാം എഴുതാണ് നമ്മളൊരു ലാബിൽ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ലാബിൽ തന്നെയാണെങ്കിൽ നമ്മളതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാറ്റ സ്ട്രക്ചറിൻ്റെ ആദ്യം ഹെഡിങ് എഴുതും, പിന്നെ നമ്മൾ എയിം എഴുതും, പിന്നെ പ്രോഗ്രാം എഴുതും, പിന്നെ റിസൾട്ട് എഴുതും, ലെഫ്റ്റ് സൈഡിൽ ഔട്ട്പുട്ട് എഴുതും അല്ലേ. ഇതാണ് നമ്മളുടെ നമ്മൾ കീപ്പ് ചെയ്യുന്ന നമ്മളുടെ റെക്കോർഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ SRSനും ഒരു സ്ട്രക്ചർ ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വേണം, പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ പെർസ്പെക്റ്റീവ് വേണം, പിന്നെ അതിൻ്റെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ്. റിക്വയർമെൻറ്റ്സ് തന്നെ 2 കാറ്റഗറിയിൽ വരുന്നുണ്ട്, ഫങ്ഷണൽ റിക്വയർമെൻറ്റും നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സും. ഈ കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് SRSൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് 8 പോയിൻ്റ്. ആ പോയിൻ്റ് പഠിക്കുക, പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.